ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലത്തെ മത്സരത്തിലും അർജന്റീനയെ വിജയത്തിലേക്ക് നയിച്ചത് ലയണൽ മെസ്സി തന്നെയാണ്. എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഓസ്ട്രിയയെ അർജന്റീന പരാജയപ്പെടുത്തിയപ്പോൾ 2 ഗോളുകളും മെസ്സി നേടി. ഇതോടുകൂടി വേൾഡ് കപ്പിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് അഥവാ റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടാൻ അർജന്റീനക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. 6 പോയിന്റുകളാണ് അർജന്റീന സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതായത് മെസ്സി ഒരിക്കലും തൻ്റെ കരിയറിൽ കോണ്ടിനെന്റൽ ടൂർണമെന്റിന്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായി പറഞ്ഞാൽ 35 കോണ്ടിനെന്റൽ ടൂർണമെന്റുകളാണ് മെസ്സി കളിച്ചിട്ടുള്ളത്. അതിൽ ഒരൊറ്റ തവണ പോലും ഗ്രൂപ്പ് സ്റ്റേജിൽ മെസ്സി പുറത്തായിട്ടില്ല. ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താവുക എന്നുള്ളത് എന്തെന്നറിയാതെ മെസ്സി ഇപ്പോൾ കുതിക്കുകയാണ്. വ്യക്തമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ചാമ്പ്യൻസ് ലീഗിൽ 19 സീസണുകളാണ് മെസ്സി കളിച്ചിട്ടുള്ളത്. 19 സീസണുകളിലും ഗ്രൂപ്പ് സ്റ്റേജ് മറികടക്കാൻ അദ്ദേഹത്തിന്റെ ടീമിന് കഴിഞ്ഞിട്ടുണ്ട്. കോപ്പ അമേരിക്കയിലേക്ക് വരുമ്പോൾ 7 കോപ്പ അമേരിക്ക ടൂർണമെന്റുകൾ മെസ്സി കളിച്ചു. 7ലും ഗ്രൂപ്പ് സ്റ്റേജ് മറികടന്നിട്ടുണ്ട്. വേൾഡ് കപ്പ് 6 വേൾഡ് കപ്പുകൾ കളിച്ചു. 6 വേൾഡ് കപ്പുകളിലും അർജന്റീന ഗ്രൂപ്പ് സ്റ്റേജ് മറികടന്നിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഒരു തവണയാണ് ഇങ്ങനെ ഗ്രൂപ്പ് സ്റ്റേജിൽ കളിച്ചിട്ടുള്ളത്. അതിലും മറികടക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലീഗ്സ് കപ്പിൽ 2 തവണ മെസ്സി കളിച്ചിട്ടുണ്ട്. അതിൽ 2 തവണയും അദ്ദേഹത്തിന്റെ ടീം അടുത്ത ഘട്ടത്തിലേക്ക് യോഗ്യത നേടി എന്നുള്ളതാണ്. ചുരുക്കത്തിൽ 35 കോണ്ടിനെന്റൽ ടൂർണമെന്റുകൾ മെസ്സി കളിച്ചു. 35ലും നോക്കൌട്ട് സ്റ്റേജിലേക്ക് പ്രവേശിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരൊറ്റ തവണ പോലും മെസ്സി ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്തായിട്ടില്ല എന്നുള്ളത് അത്ഭുതകരമായ ഒരു റെക്കോർഡ് തന്നെയാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താവുക എന്നുള്ളത് മെസ്സിയെ സംബന്ധിച്ചിടത്തോളം അപരിചിതമായ ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.